എല്ലാ പടങ്ങളിലും ഏകദേശം അതുപോലൊക്കെ തന്നെയാണിതും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നമ്മൾ പണ്ട് തൊട്ടേ ഗൗതം വാസുദേവമേനോൻ്റെ പടങ്ങളും ആ പടങ്ങളിലെ സോങ്സും ഒരുപാട് അഡിക്റ്റഡ് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണല്ലോ നമ്മളൊക്കെ വളർന്നു വന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഗൗതം വാസുദേവമേനോൻ മാജിക്ക് കാണാനായിരുന്നു ഞങ്ങളൊക്കെ ഫസ്റ്റ് തന്നെ വന്നത്. അത് ഞങ്ങൾക്ക് കിട്ടി. കാരണം ഫസ്റ്റ് ഹാഫ് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാതെ, പ്രമോഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ ഒരു എക്സ്പെക്റ്റേഷൻ ഇല്ലാതാണ് കണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഹാഫിൽ വളരെ എന്താ പറയുക, ലൈറ്റായിട്ട് ഒരു കോമഡി കോമഡിക്കൊക്കെ തിയേറ്ററിൽ ഭയങ്കര കയ്യടിയും ഒക്കെ ആയിരുന്നു. അപ്പോൾ സെക്കൻഡ് ഹാഫിൽ പെട്ടെന്നൊരു ട്വിസ്റ്റ്, ഒരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പടം പോകുന്നു. ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ക്ലൈമാക്സ് ഗംഭീരം, ഭയങ്കര ട്വിസ്റ്റാണ്, ഗംഭീരം. ഡെഫിനറ്റ്ലി. കാരണം എല്ലാം ഒരു ഞാൻ കണ്ടിട്ടുള്ള മമ്മൂക്കയുടെ മൂവീസ് എല്ലാം ഇൻവെസ്റ്റിഗേഷൻ ജോൺറയിൽ പെട്ട മൂവീസ് എല്ലാം കുറച്ച് സീരിയസ് ആയിട്ട് കഥ പറഞ്ഞു പോകുന്ന മൂവീസാണ്. പക്ഷേ ഇതിൽ ഈ പറയുന്നത് പോലെ എനിക്ക് കുറച്ച് കോമഡിയും ആക്ഷനും എന്താ പറയുക, എല്ലാം കൂടെ മിക്സപ്പ് ചെയ്ത ഒരു മൂവിയായി എനിക്ക് തോന്നി. കാരണം അതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. കോമഡിക്കൊക്കെ ആൾക്കാർ ഭയങ്കര ചിരിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ഇൻവെസ്റ്റിഗേഷൻ മൂഡിലേക്ക് പടം കയറി. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്തൊരു ക്ലൈമാക്സ് ആയിരുന്നു. ഗംഭീരം. എന്തോ ഗോകുൽ സുരേഷിൻ്റെ അഭിനയം നന്നായിരുന്നു. പുള്ളിയായിട്ട് നല്ല ജെല്ലായി പോകുന്നുണ്ട്. ശരിക്കും ഷെർലക് ഹോംസും വാട്സണും ഒക്കെ പോലെ തന്നെ നമുക്ക് പലപ്പോഴും ഫീൽ ചെയ്തു. ശരിക്കും ഭയങ്കര ഒരു എന്താ പറയുക, ഈ അടുത്തിടയ്ക്ക് കാണാത്ത ഒരു മൂവി പോലെ തോന്നി. കാരണം എൻ്റർടൈനിങ് ആണ്, അറ്റ് ദ സെയിം ടൈം നമുക്ക് ആ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസും തരുന്നുണ്ട്. മസ്റ്റ് വാച്ച്. ഒരു ത്രില്ലർ, ഒരു കോമഡി ക്രൈം ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാൻ തോന്നുന്നു. സെക്കൻഡ് പാർട്ട് വരണം. കാരണം ഗൗതം വാസുദേവമേനോൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുക. അത് തന്നെയല്ല, സാറ് വീണ്ടും മലയാളത്തിൽ മൂവീസ് ചെയ്യണം എന്നുകൂടെ ഞാൻ പറയുകയാണ്. സാറിന് ഇനിയിപ്പം എന്താ പറയുക, ശരിക്കും ഗംഭീര, അത്ര അടിപൊളിയായിട്ടാണ് ഗൗതം സാർ ഈ മൂവി ചെയ്തിരിക്കുന്നത്. അപ്പം മലയാളികൾക്ക് ഇനിയും പുള്ളിയുടെ പടങ്ങൾ കാണാൻ കഴിയട്ടെ. വെരി ഹാപ്പി. വെരി ഹാപ്പി. പറഞ്ഞില്ലേ, നമ്മൾ എല്ലാ പടവും നമ്മൾ ചെയ്യുന്ന പടമൊക്കെ ഞാൻ തിയേറ്ററിൽ കാണും, എല്ലാ പടവും ഒക്കെ തിയേറ്ററിൽ കാണും. സോ ഇറ്റ് വാസ് എ നൈസ് എക്സ്പീരിയൻസ്. ഇതൊരു കേക്ക് കട്ട്. പറയൂ. നമുക്കോ പ്രമോഷൻ കുറവായിരുന്നു എന്ന് ഫാൻസുകാർക്കിടയിൽ വലിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ കണ്ടന്റിൽ സാറിന് അത്രയും വിശ്വാസം ഉള്ളത് കൊണ്ടാണോ തിയേറ്ററിൽ കണ്ടു തന്നെ അറിയണം എന്നുള്ള ആ വിശ്വാസം തന്നെ? സാറിൻ്റെ ജഡ്ജ്മെന്റിൽ നമ്മൾ ബിലീവ് ചെയ്യുന്നുണ്ട്. സാറ് പറയുന്ന പോലെ നമ്മൾ ചെയ്തതാണ്. സോ ഐ തിങ്ക് ഇറ്റ്സ് ഓൾ വർക്ക് ഔട്ട് ഫോർ ദ ബെസ്റ്റ്. അതാണ്. അസലായിരുന്നു. മമ്മൂക്കയും ഗൂഗിളുമായിട്ടുള്ള കോമ്പിനേഷനൊക്കെ വളരെ ഫണ്ണിയായിട്ട് രസമായിട്ടും ഭയങ്കര നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അത് സിനിമയ്ക്കൊരു മുതൽക്കൂട്ടായിരിക്കും എന്ന് ഞാൻ കരുതുന്നു. ഈവൻ ഗോകുലിന് ഐ തിങ്ക് ഇറ്റ് വിൽ ബി എ ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി. നല്ല രസമായിരുന്നു അവർ രണ്ടുപേരുടെയും സീൻസ്. പിന്നെ എല്ലാവരും ഹീറോയിൻ പുതിയതായിട്ട് വന്ന സുഷ്മിത ഭട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആ കുട്ടി. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില സീൻസ് മമ്മൂക്കയായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ക്ലൈമാക്സ് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല. ബട്ട് സൂപ്പർ. അത് ഗൗതം സാറിൻ്റെ ഒരു ബ്രില്യൻസ് ആണെന്ന് തന്നെ പറയുന്നു സിനിമ മൊത്തം. മമ്മൂക്കയെ ഇങ്ങനെ അവതരിപ്പിക്കാനും മമ്മൂക്ക അത്ര രസമായിട്ട് ചെയ്യാനും പിന്നെ എൻഡിൽ എന്നാൽ അത്ര സീരിയസ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷനുമാണ്. സോ നല്ലതായിരുന്നു സിനിമ. എല്ലാവരും തിയേറ്ററിൽ വന്ന് കണ്ടാൽ അടിപൊളിയായിരിക്കും. മമ്മൂക്ക വാസ് സൂപ്പർ. ഗൗതം സാറിനും ടീമിനും കൺഗ്രാറ്റ്സ്. ആക്ടർ, അപ്പം റിയലി എക്സൈറ്റഡ് ആൻഡ് ഹാപ്പി അബൌട്ട് ഇറ്റ്. എനിക്ക് മമ്മൂക്കയുടെ കൂടെ ത്രൂ ഔട്ട് ഒരു റോൾ ചെയ്യണം താല്പര്യമുണ്ട്. മമ്മൂക്ക പ്ലീസ് ഹെൽപ്പ്. അതെ, അവരുടെ കോമ്പിനേഷൻ ലൈക്ക് എന്താ പറയുക, ഹീ ഈസ് ലിറ്ററലി ലൈക്ക് ഹിസ് ഡാഡ്. അച്ഛൻ്റെ പോലെ തന്നെയാണ്. അപ്പം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു കോംബോ ആണ്. അപ്പം ഹാവ് ടു വാച്ച് ഇറ്റ്. റിയലി ഗ്രേറ്റ് മൂവി. അഫ്കോഴ്സ് ആഗ്രഹിക്കുന്നുണ്ട്. ആരും ആഗ്രഹിക്കാത്തത്. അതിനകത്തെങ്കിലും നല്ലൊരു ഫേസ് കാണുന്ന രീതിയിൽ ഒരെണ്ണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിവേ ഐ വിൽ ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മസ്റ്റ് വാച്ച് മൂവിയാണ്. തീർച്ചയായിട്ടും ഉണ്ട്. ഞാനിത് കസിൻസിനോട് ചോദിച്ചു സെക്കൻഡ് പാർട്ട് വരുമോ എന്ന്. വന്നാൽ നന്നായിരിക്കും.
ഒരു എനിക്ക് തോന്നുന്നു ഈ മാസത്തെ 4ാമത്തെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണെന്ന് തോന്നുന്നു. ഇത് പക്ഷേ ഒരു സ്ലോ പേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നമ്മൾ ഈ ഷെർലക് മൂവീസിലൊക്കെ കണ്ടിരിക്കണ പോലെ കൂടുതൽ ഡീറ്റെയിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്ത പടമാണ് ഒരു മേക്കിംഗ്. മമ്മൂട്ടി ആൻഡ് എന്താ പറയുക നമ്മുടെ ഗോകുൽ സുരേഷിൻ്റെ കോമ്പിനേഷൻ നല്ല രസമുണ്ടായിരുന്നു. കുറച്ച് കോമഡി വർക്ക് ആയിട്ടുള്ള ഒരു ഈസി ഗോ ലക്കി ആയിട്ടുള്ളൊരു ഓഫീസർ, ആളുടെ ഒപ്പം വരുന്നൊരു അസിസ്റ്റൻറ്റ്, അന്ന് അതിനകത്ത് കുറച്ച് കോമഡീസ്, ഇവരെ പഴയകാല മൂവി റെഫറൻസിൽ ഡയലോഗൊക്കെ അതൊക്കെ അത്യാവശ്യം കോമഡി ഒക്കെ ഉണ്ട്. ഫസ്റ്റ് ഹാഫിൽ പക്ഷേ കുറച്ച് എന്താ പറയുക ഒരു സ്ലോ പേസ്ഡ് ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ലാഗ് ഫീൽ ചെയ്തായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ പടം കുറച്ചുകൂടി എൻഗേജിങ് ആണ്. ക്ലൈമാക്സ് ട്വിസ്റ്റ് അത്യാവശ്യം കൊള്ളായിരുന്നു. ആ ഒരു പോയിന്റിൽ പടം അത്യാവശ്യം തന്നെ ഹൈ ആവുന്നുണ്ട്. പക്ഷേ ഓവറോൾ ഒരു പടത്തിന് എപ്പോഴൊരു സീരിയസ്നെസ്സിനെക്കാട്ടും കൂടുതൽ ചെറിയൊരു കോമഡി വൈബ് ഫീൽ ചെയ്തേക്കണം. അതായത് ഈ പറഞ്ഞ ഒരു ലേസി ഗോ ഓഫീസറായ ആൾ, ഹാപ്പി ഗോ ലക്കി ഓഫീസറായ ആൾ, ആളെങ്ങനെ ഒരു പക്ഷേ എന്നാൽ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ആൾ എങ്ങനെ ഇത് ചെയ്യുന്നുള്ളത്. ഗൗതം വാസുദേവൻ ആൻഡ് മമ്മൂട്ടി ഫസ്റ്റ് ടൈം കോമ്പിനേഷനാണ്. സോ ഗൗതം വാസുദേവൻ്റെ ആ ഒരു മേക്കിംഗ് ഉണ്ടല്ലോ, ഡീറ്റെയിൽസ് ഇമ്പോർട്ടൻസ് കൊടുത്ത് ഭയങ്കര റഷ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസൊക്കെ കമ്പാരിറ്റീവ്ലി വളരെ കുറവാണ്. അങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്ലോ പേസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേറ്റർ ഇഷ്ടപ്പെടുന്നവർക്ക് എന്താ ഇഷ്ടപ്പെടും. ഗൗതം വാസുദേവൻ സാറ്, മമ്മൂട്ടി കമ്പനി, അപ്പോൾ അതിൻ്റെ ഒരു കോംബോ ഉണ്ടാവില്ല, അതൊരു വേറെ വെറൈറ്റിയാണ്, അടിപൊളിയാണ്. എല്ലാവരും തിയേറ്ററിൽ കാണുക.